നമുക്ക് സമ്പത്തുണ്ടാക്കാൻ ശക്തി തരുന്നവൻ ദൈവമാണ്. ഓരോ ദിവസവും ജീവിക്കാനുള്ള ബലം തരുന്നവൻ ദൈവമാണ്. ദൈവം തന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളത്. സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുക. ദൈവത്തെ മാനിക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക ഒരു ദൈവ പൈതൽ എപ്പോഴും ദൈവസന്നിധി ചെയ്യുന്നതാണ്. വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ആര് ദൈവത്തെ മാനിക്കുന്നുണ്ടോ അവനെയും അവന്റെ സന്തതിയെയും ദൈവം മാനിക്കും. സദൃശവാക്യം 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ എങ്ങനെ ദൈവത്തെ ബഹുമാനിക്കണമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെ ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. നമ്മുടെ ജീവിതത്തില് സ്തുതി സ്തോത്രം മാത്രമല്ല, സ്തോത്രം പറഞ്ഞ് നമ്മൾ സ്തുതി പറഞ്ഞ് ആരാധിച്ച് ഒക്കെ നമ്മൾ ദൈവത്തെ ബഹുമാനിക്കാറുണ്ട്. എന്നാൽ ഇവിടെ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ 3-ാം അധ്യായത്തിൽ വിവരിക്കുകയാണ്, നിന്റെ ധനം കൊണ്ട് ദൈവത്തെ നീ മാനിക്കണം. മാത്രമല്ല നിന്റെ വിളവിന്റെ എല്ലാം ആദ്യ ഫലം കൊണ്ട് നീ ദൈവത്തെ മാനിക്കണം. അങ്ങനെ ദൈവത്തെ നീ ബഹുമാനിച്ചാൽ നിനക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങളാണ് താഴത്തെ വാക്യങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അബ്രഹാമിനെ കുറിച്ച് വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, അവൻ ലഭിച്ച സകലത്തിലും അവൻ ദൈവത്തെ മാനിക്കുന്നവനാണ്. മലാഖിയുടെ പ്രവചനത്തിൽ എഴുതിയിരിക്കുകയാണ്, സ്തോത്രം, അങ്ങനെ എന്നെ മാനിക്കുന്നവനെ മാനിക്കുവാൻ ഞാൻ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹങ്ങൾ പകരുകയില്ലയോ. എപ്പോഴും ഓർക്കണം, നമുക്ക് സമ്പത്തുണ്ടാക്കാൻ ശക്തി തരുന്നവൻ ദൈവമാണ്. ഓരോ ദിവസവും ജീവിക്കാനുള്ള ബലം തരുന്നവൻ ദൈവമാണ്. ദൈവം തന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ദൈവത്തിന്റെ ചോദ്യം, ദൈവം നിനക്ക് തന്നാൽ അതിൽ നിന്ന് തിരിച്ചു ദൈവത്തിന് കൊടുക്കുവാൻ ഉള്ള മനസ്സ് നിനക്കുണ്ടാകുമോ? അങ്ങനെ നിനക്കുണ്ടാകുന്നു എങ്കിൽ നിന്നെ അധികം മാനിക്കാനായിട്ട് കർത്താവിന് ആഗ്രഹമാണ്. അല്പത്തിൽ നീ വിശ്വസ്തനായിരുന്നാൽ നിന്നെ അധികത്തിന് ദൈവം വിചാരകനാക്കി തീർക്കും. നമുക്ക് സമ്പത്ത് തന്നത് അതിന്റെ ഒരു ഭാഗം കൊടുത്ത് ദൈവത്തെ ബഹുമാനിക്കാനാണ്. ആരോഗ്യം തന്നത് ആരോഗ്യത്തിനൊരു ഭാഗം ദൈവത്തിന് കൊടുത്ത് ദൈവത്തെ ബഹുമാനിക്കാനാണ്. നമ്മുടെ ജീവിതത്തിൽ സമയങ്ങൾ തന്നത് എപ്പോഴെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുമല്ല, സമയം കണ്ടെത്തി അല്പനേരം ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. അത് അനുഗ്രഹമാണ്. ഞാൻ ഇന്ന് വചനം പറയുമ്പോൾ ആ വാക്യം ഒരിക്കൽ കൂടെ പറയുക, യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെ ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. കണ്ണുകളെ അടച്ചാട്ട്, ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങ് തന്നല്ലതാ ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് തന്ന എല്ലാ നന്മകൾക്കും നന്ദി. ഞങ്ങൾക്ക് തന്നതിൽ നിന്ന് ദൈവത്തിന് കൊടുത്ത് ദൈവത്തെ ബഹുമാനിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവം അനുഗ്രഹിച്ചാട്ട്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ബഹുമാനിക്കേണ്ട പോലെ ദൈവത്തെ ബഹുമാനിക്കാം. ദൈവം വലിയവ ചെയ്യും. ഗോഡ് ബ്ലെസ് യു.